ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഈ GST റിഫോംസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന്. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഡൊണാൾഡ് ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യൻ വിപണിയെ ഒന്ന് ഉണർത്തിയെടുക്കാനായിട്ട് നരേന്ദ്രമോദി ഇപ്പോ നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ധനമന്ത്രാലയം ഇവര് GST റിഫോംസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വമ്പൻ ഇളവുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ജെൻസി ഭാഷ പറയുകയാണെങ്കിൽ ഈ ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുന്നത് പോലെ, ഫ്ലിപ്കാർട്ടിലെ വലിയ ഫെസ്റ്റിവലൊക്കെ വരുന്നത് പോലെ ആദായ വിൽപ്പന എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്താണ് വലിയ രീതിയിലുള്ള ഇളവുകളാണ് പല കാര്യങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഈ GST ഇങ്ങനെ റിഫോംസ് കൊടുക്കുമ്പോൾ പക്ഷേ സംസ്ഥാനങ്ങൾ വളരെ അസ്വസ്ഥതയാണ് ഇതിൽ പ്രകടിപ്പിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഇത് വന്നപ്പോൾ ഇവന്മാര് ആദ്യം പറഞ്ഞത് ഇത് ഞങ്ങൾ അനുവദിക്കില്ല, ഇത് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം GSTയിൽ റിഫോം കൊണ്ടുവന്നപ്പോൾ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നു. അതായത് നല്ലപോലെ മേടിക്കുന്നുണ്ട്, നല്ലപോലെ വരുമാനം വരുന്നുണ്ട്. ഈ വരുമാനമൊക്കെ മേടിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ റിഫോം കൊണ്ടുവന്നപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 90,000 കോടിക്ക് മുകളിലാണ് സംസ്ഥാനങ്ങൾ നഷ്ടം വരിക എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെന്തിനാണ് ഇപ്പോൾ ഈ GST റിഫോം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇപ്പൊ സേവ് ബിഗ് ഓൺ ഡെയിലി എസെൻഷ്യൽസിൽ വന്നിട്ടുണ്ട്. ഹെയർ ഓയിൽ മുതൽ ഷാമ്പൂ മുതൽ ടൂത്ത് പേസ്റ്റ് മുതൽ ടോയ്ലറ്റ് സോപ്പ് മുതൽ ടൂത്ത് ബ്രഷ്, ബട്ടർ, ഗീ, ചീസ്, പ്രീ പാക്ഡ് നംകീൻസ്, പിന്നെ യുട്ടൻസിൽസ്, ഫീഡിംഗ് ബോട്ടിൽസ്, നാപ്കിൻസ്, സൂയിങ് മെഷീൻ, പാർട്സ്, ഇതിനെല്ലാത്തിനും GST നല്ലപോലെ കുറച്ചിട്ടുണ്ട്. 18% നിന്ന് 5% കുറച്ചിരിക്കുന്നത്. ഹെൽത്ത് കെയർ സെക്ടറിലാണ് ഇത് ബമ്പർ അടിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരില്ലേ, അവർക്കാണ് ഈ ബമ്പർ അടിച്ചിരിക്കുന്നത്. കാരണം ഈ ഹെൽത്ത് ഇൻഷുറൻസ് 18% GST ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ? 0. ഈ 0% ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഇത് നമുക്ക് തരണം, അതായത് ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. സർക്കാർ അതിൽ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ നടപടി എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ തെർമോമീറ്റർ, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, ഓൾ ഡയഗ്നോസ്റ്റിക് കിറ്റ് ആൻഡ് റെജിമെന്റ്സ്, ഗ്ലൂക്കോമീറ്റർ, ടെസ്റ്റ് സ്ട്രിപ്പ്, ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം. ഇപ്പൊ ഗ്ലൂക്കോമീറ്റർ ഇല്ലാത്ത ഒരു വീടില്ല. ഗ്ലൂക്കോമീറ്ററിനൊക്കെ 12% നിന്ന് 5% GST ആക്കിയിരിക്കുകയാണ്. പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ അതിൽ വലിയ രീതിയിലുള്ള നോട്ട്ബുക്സിനടക്കം 12% നിന്ന് എല്ലാത്തിനും 0 ആക്കി. എഡ്യൂക്കേഷൻ സെക്ടർ ഇല്ല ഇപ്പോ. മാപ്പ്, ചാർട്ട്, ഗ്ലോബ്, പെൻസിൽ, ഷാർപ്പനർ, ക്രയോൺ, പേസ്റ്റൽസ്, എക്സസൈസ് ബുക്സ്, നോട്ട്ബുക്സ്, ഇറേസർ, ഇതിനെല്ലാം ഒന്നും GST ഇല്ല. 12% നിന്ന് എല്ലാത്തിനും 0 ആക്കി. GST ഇല്ല എന്നുള്ള രീതിയിൽ പോവുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തിനകത്ത് ഇതൊക്കെ ജനങ്ങൾ മാക്സിമം മേടിച്ചോളണം. ഇതൊക്കെ ഈ ആഭ്യന്തര വിപണി മാക്സിമം ഉപയോഗിച്ച് എല്ലാം അറുത്ത് മുറിച്ച് മേടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ, ഒരു വലിയ ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് സർക്കാർ ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെയുണ്ട് ഫാർമേഴ്സിനും അഗ്രികൾച്ചേഴ്സിനും അത് GST 18% നിന്ന് 5% ആക്കിയിട്ടുണ്ട്. ട്രാക്ടർ, ടയർ പാർട്സ്, ബയോപെസ്റ്റിസ്, അക്രോന്യൂട്രിയൻസ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, സ്പ്രിങ്കിൾസ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി മെഷീൻസ്, സോയിൽ പ്രിപ്പറേഷൻ, കൾട്ടിവേഷൻ, ഹാർവസ്റ്റിംഗ്, ത്രഷനിങ്, ഇതിനെല്ലാത്തിലും ഉള്ള സാധനങ്ങൾക്ക്. പിന്നെ ഓട്ടോമൊബൈൽ മേഖല, ഇലക്ട്രിക് അപ്ലയൻസസ്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ബമ്പർ അടിച്ച പോലെയാണ് എനിക്ക് തന്നെ ഇത് കാണുമ്പോ തോന്നുന്നു. ഇഷ്ട മറ്റേ CID മൂസയിൽ ഒരു സീനുണ്ടല്ലോ, മറ്റേ വീടിങ്ങനെ ഇളകി വീഴുമ്പോ ദൈവമേ TV മിക്സി എന്നൊക്കെ പറഞ്ഞ് ബിന്ദു പണിക്ക് റോഡി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതുപോലെയാണ് ഇതിപ്പോ. നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഫിനാൻഷ്യലി ക്ലാസ് എടുക്കുന്നവരുടെയൊക്കെ 2-3 നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് ഈ ഫിനാൻസ് വിദഗ്ധന്മാർ ഇപ്പോൾ ഉണ്ട് മലയാളത്തിൽ തന്നെ. നിങ്ങളിപ്പോ എന്ത് ചെയ്യണം, എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം എന്നൊക്കെ പറയുന്നവർ, അവരൊക്കെ ആഘോഷിക്കുകയാണ്. ഒരു രക്ഷയില്ലാന്ന്. പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിലുള്ള ആൾക്കാരുണ്ടല്ലോ, അതിഭീകരമായിട്ട് ആഘോഷിക്കുകയാണ്. പക്ഷെ അന്നും ഞാൻ പറയുന്നത് എന്താ അറിയാം, ഹെൽത്ത് സെക്ടറിൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതൊരെണ്ണം എടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ, അതിൽ യാതൊരുവിധ ഇതുമില്ല. പക്ഷെ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അതുകൂടെ എടുത്തു വച്ചിരിക്കുക. മാർക്ക് മൈ വേർഡ്സ്, ഉപകാരപ്പെടും. എന്ത് തോന്നുന്നു? ഇതൊക്കെ വന്നപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കുമെന്ന് പറയുന്നു. പക്ഷെ വലിയൊരു നീക്കമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ മണ്ടക്കടിക്കാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പറയുന്നു. മർമ്മത്തുള്ള അടിയാവോ അമേരിക്കയുടെ? എന്താണ് തോന്നുന്നത്? ഈ ഡൊണാൾഡ് ട്രംപ് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് 25% താരിഫ് പ്രഖ്യാപിക്കുന്നു. ഇവിടെ വലിയ ചലനമൊന്നും ഇന്ത്യയിൽ ആരും ഒന്നും അനങ്ങുന്നില്ല, കുലുക്കമൊന്നുമില്ല. രണ്ടാമത് വീണ്ടും ഒരു 25% കൂടെ പിഴച്ചുങ്കം കൂടെ ഏർപ്പെടുന്നു. അങ്ങനെ ടോട്ടൽ 50% എക്സ്ട്രാ താരിഫാണ്. അതായത് ഉള്ളതിനേക്കാൾ എക്സ്ട്രാ താരിഫ്. അങ്ങനെ നോക്കുമ്പോൾ ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ 63% വരെ താരിഫ് വരുന്നു. അപ്പോഴും ഈ ഇന്ത്യയിൽ ഒരു കുലുക്കവും ഇല്ല ആർക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ മുമ്പ് ഇവിടെ ഒരു ചർച്ചയിൽ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ 2024 കസായിൽ നടന്ന ഒരു ഉച്ചകോടിക്കിടയിൽ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അതിൽ ബ്രസീലുമുണ്ട്.
കാരണം അതിന്റെ ഒരു വലിയ തെളിവാണ് ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടയിൽ ബ്രസീലിയൻ പ്രസിഡന്റ് അമേരിക്കയെ പേരെടുത്ത് പറഞ്ഞ് തലങ്ങും വിലങ്ങും വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം GST കൗൺസിൽ കൂടി വളരെ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് നമുക്ക് സ്ലാബുകളും മറ്റും കുറയ്ക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇന്നലെ നിർമ്മലാ സീതാരാമൻ വന്നിരുന്ന് ധനമന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എവിടൊക്കെ എന്തൊക്കെ കുറയ്ക്കണമെന്നുള്ളത് നേരത്തെ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എവിടൊക്കെ കൂട്ടണമെന്നുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ മുന്നൊരുക്കം നടന്നിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ചൈന റഷ്യ മീറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണ്? ഈ ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുന്നതിന് പിറ്റേന്നല്ലല്ലോ, അതും നേരത്തെ തന്നെ നടന്നിരുന്നുള്ളതാണ്. ട്രംപിന്റെ വാചകമടിക്ക് കൃത്യമായി തന്നെ മറ്റേ നമ്മുടെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുല പറയാനുള്ള കാരണം എന്താണ്? അതെല്ലാം പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ് ലുല ആ ധൈര്യത്തെ പറഞ്ഞ് പോയി പണി നോക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോയാൽ ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ സാധനം. ഇതെല്ലാം ഇതാണ്. ഇവിടെയാണ് ട്രംപിന് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്, ഇന്ത്യൻ വിപണിയുടെ കരുത്ത് അറിയാൻ പറ്റാതെ പോയത്. ഇവിടെ അദ്ദേഹം ഇത്തവണ നരേന്ദ്രമോദി ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം പറയുന്നത്, ഈ ദീപാവലിക്ക്, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള പ്രേക്ഷകർക്ക് എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ദീപാവലിക്കൊക്കെ നോർത്ത് ഇന്ത്യയിൽ, ദീപാവലി എന്നല്ല ആഘോഷങ്ങൾക്കെല്ലാം നോർത്ത് ഇന്ത്യയിൽ ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു രീതിയുണ്ട്. അത് ക്ലോത്ത് ആകാം, സ്വീറ്റ്സ് ആകാം, പലതുമാകാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത് ഓണത്തിന് ഗിഫ്റ്റുകൾ നമ്മൾ കൈമാറുന്നത് പോലെ തന്നെ. പക്ഷെ അതല്ല, ഒരു ലാർജ് മാർക്കറ്റാണ് ദീപാവലി സമയത്തുള്ളത്. ദീപാവലി ഉണ്ട്, ദസറയുണ്ട്, ഒപ്പം തന്നെ നവരാത്രി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ആഘോഷം കൂടാണ്. ഒരു ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. അവിടത്തേക്കാണ് ഇപ്പോൾ ഈ GST വളരെ കുറച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മുടെ 12 ലക്ഷം രൂപ വരെയുള്ളവരെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കിയത് ഒരു വലിയ നീക്കമായിരുന്നു. അത് നമ്മുടെ വിപണിയെ ചലിപ്പിക്കാൻ അത് വലിയൊരു പരിധി വരെ അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഡെഡ് ആയിട്ട് കിടക്കുന്ന ഒരു വിപണി, ചില സമയത്തൊക്കെ വിപണി ഒന്ന് നിശ്ചലമായി കിടക്കുമ്പോൾ എല്ലാ രാജ്യത്തുള്ള ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും അത് ചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകൾ, ചിലപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുത്തിക്കൊണ്ടോ ഒക്കെ അവർ ശ്രമിക്കാറുണ്ട് വിപണി കൊണ്ട്. അപ്പം ആ ഇതിന്റെ ഒരു സന്തോഷം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ദീപാവലി കാലത്ത് ഈ GSTയുടെ ഇളവ്, അതായത് ഈ സെപ്റ്റംബർ 22 മുതലാണ്. അതിലെനിക്കൊരു നിരാശയുണ്ട്. കാരണം അത് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മുടെ മലയാളികൾക്കൊക്കെ ഓണ സമയത്ത് വാഷിംഗ് മെഷീനും TVയും ഒക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു. എന്തായാലും അതുകൊണ്ട് ഇപ്രാവശ്യം കേരളത്തിൽ ഓണത്തിന് ഈ ഹോം അപ്ലയൻസ് സാധനങ്ങൾക്ക് കച്ചവടം ഇല്ല, ആരും വാങ്ങുന്നില്ല. ഇപ്പോൾ അതായത് മിക്സി പോലും ആരും വാങ്ങുന്നില്ല. കാരണം മലയാളി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വാഹനമായാലും വണ്ടി ആയാലും ചിങ്ങമാസത്തിൽ വാങ്ങണമെന്നൊരു, വണ്ടി ആയാലും ഈ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ TV ഒക്കെ മാറിയൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഓണക്കാലമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഓഫർ കൊടുക്കുന്നതാണ്. പക്ഷെ ഇത്തവണ ആരും പോയില്ല. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളവിടെ നിൽക്കുക, ഇപ്പൊ മറ്റേ വില കുറയുക അന്നേരം എടുക്കാന്ന് വെച്ചിരിക്കുക. പക്ഷെ ഏതായാലും സെപ്റ്റംബർ 22 തന്നെ, കാരണം സെപ്റ്റംബർ 22 കഴിഞ്ഞ ഉടൻ തന്നെ ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ബൂമിങ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നടക്കുന്ന സമയം. ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചവടം നടക്കുന്ന സമയമാണ്. അപ്പൊ ഇവിടത്തേക്ക് അത് തുറന്നു വിട്ടിരിക്കുന്നു. സ്വാഭാവികമായി തന്നെ നമ്മുടെ ഈ പറയുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിലൊരു വലിയ നിരാശയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനകത്തൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇതിവിടെ GST അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേ എതിർത്തിരുന്നു, ഞങ്ങൾക്ക് നഷ്ടം വരും എന്നവർ പറഞ്ഞിരുന്നു. ഇപ്പോ അവരത് എന്താണ്, ഇപ്പൊ നഷ്ടം വരും എന്നാണ് അവർ പറയുന്നത്. ഇത് സ്വാഭാവികം മാത്രമാണ്. കാരണം അത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 2014 തൊട്ട് അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ ജനത്തിനെ പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞു. അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വിപണിയും സാമ്പത്തിക മേഖലകളും പ്രവർത്തിക്കുക എന്നും, അതിനുശേഷം ആ സമയത്ത് നമ്മൾ എങ്ങനെ ഉണർന്നിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം, ഐക്യപ്പെട്ട് നിൽക്കണമെന്ന് പഠിപ്പിച്ചു. ഇനി അത് ഉയരുമ്പോൾ നമുക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ എങ്ങനെയായിരിക്കും, കാരണം അതിനു വേണ്ടി ജനം തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ജനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മോദി സർക്കാരിന് ഇത് വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നത്. ഇല്ല എങ്കിൽ പഴയ കാലത്തായിരുന്നെങ്കിൽ ഇതൊക്കെ വലിയ ലഹളയും കലാപങ്ങളും പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് അലയൊലിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ജനത്തിന് അറിയാം. ഇപ്പൊ ഓരോ ജനവും പറയും ഇതിപ്പോ താരിഫൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ ഇച്ചിരി ടൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോ കുറച്ചിരിക്കുന്നത്, അതിനകത്ത് ഇപ്പൊ ഇച്ചിരി നഷ്ടം തൽക്കാലമാണ് എന്ന് എതിർക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ സമൂഹം നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നു. അവർക്ക് നന്നായി അറിയാം ഇത് ഉള്ള കാലം മുഴുവനല്ല ഈ GST കുറച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് നന്നായി അറിയാം. ഇതിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ അടക്കം വലിയ സെസ്സും പിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് മറക്കാതിരിക്കരുത്. ഇതിന്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടാണ് ഒരു വലിയ ഇതായത്. പിന്നെ നമ്മൾ അതിനകത്ത് എതിർപ്പ് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ വലിയ കാറുകൾക്കും മറ്റുമൊക്കെ ഏതാണ്ട് 33% സെസ്സും കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് 28% GSTയും
അതിന്റെ മുകളിൽ ഒരു 30% സെസ്സും ഒക്കെ കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആഡംബര കാറുകൾക്ക് ചാർജ് കൂടുന്നുണ്ട്. ഈ കാറൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന സമയമാണ് ഈ ദീപാവലി സീസൺ എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കാർ സെയിലായി പോകുന്ന സമയമാണ്. അതിലിപ്പോൾ 1200 cc മേലുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ ശരാശരിക്കാരന് 1200 cc താഴെയുള്ള വണ്ടിയാണ് മിക്കവാറും എടുക്കുന്നത്. കാരണം ഒരു ചെറിയ SUV-യുടെ ഒരു മിഡ് സൈസ് ഒരു 4 മീറ്ററിന് താഴെയുള്ള അതൊക്കെയാണ് ഇപ്പൊ എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് മുകളിലുള്ള ഈ വലിയ വണ്ടികളൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ വലിയ SUV. പിന്നെ അതുപോലെ തന്നെ 1500 cc വരെയുള്ള ഡീസൽ വണ്ടിക്ക് ഈ ഇളവ് കിട്ടും. അതൊരു വലിയ ഇളവാണ്. കാരണം 100 രൂപയ്ക്ക് പിന്നെ 18 രൂപ കൊടുത്തെടുത്തുനിന്ന് 100 രൂപയ്ക്ക് 5 രൂപ കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ബൂമിംഗ് ആണ്. ഈ മാരുതിയുടെ ഒക്കെ ചെറു കാറുകൾക്ക് ഏതാണ്ട് ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള വ്യത്യാസങ്ങൾ ചെറിയ കാറുകൾക്കാണ് ഞാൻ പറയുന്നത്, അവരുടെ ചെറിയ സെഗ്മെന്റിലുള്ള ചെറിയ കാറുകൾക്ക് അത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഈ ടാറ്റയുടെ തന്നെ ഈ നെക്സോൺ പോലെയുള്ള വണ്ടിക്ക് ഏതാണ്ട് 60,000 തൊട്ട് 80,000 രൂപയുടെ വരെ വ്യത്യാസങ്ങളും അതിൽ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ജനം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലായാലും ലോകത്ത് എവിടെ ആയാലും ഓഫറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്പം വിലക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുക തന്നെ ചെയ്യും. അതല്ലാതെ അയ്യോ ഇത് കൂടുതലാണ് കുറവാണെന്ന് അവർ പറയില്ല പ്രത്യേകിച്ച്. പിന്നെ തനുഷ് സൂചിപ്പിച്ചൊരു പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് മരുന്നുകൾക്ക് GST എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രോഗികളും അവരെ ആശ്രിതർക്കുമൊക്കെ വലിയ ആശ്വാസമാണ്. പിന്നെ ഒന്ന് ധനുഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് തന്നെയാണ്. ഇതൊക്കെ വ്യാപാരികൾ എത്രത്തോളം ജനങ്ങൾക്ക് നൽകും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ അതിനും സർക്കാരിന്റെ പക്കൽ മറുപടി ഉണ്ട്. സർക്കാർ പറയുന്നത് അതിനേക്കാൾ മുകളിൽ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം എടുത്താൽ ഞങ്ങൾ നടപടി കൃത്യമായി തന്നെ എടുക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ പഴയതുപോലെ അല്ല, ജനങ്ങളൊക്കെ അതിന് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ കടക്കാരനോട് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കടക്കാരന്റെ ബില്ല് കയ്യിൽ വാങ്ങി വെച്ചുകൊണ്ട് ആ ബില്ല് വെച്ചൊരു പരാതി ഇട്ട് കഴിഞ്ഞാൽ കടക്കാരന് പിന്നെ നഷ്ടമായിരിക്കും. കാരണം ഒരു 5 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും കടക്കാരൻ നമ്മുടെ ഇത് കള്ളത്തരം പറഞ്ഞിട്ട് ഇത് വിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് പക്ഷേ ഈ കടക്കാരന്റെ കാര്യം അതാണ് എങ്കിൽ മറ്റുള്ളിടത്ത്, അതായത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഇതിനകത്ത് വില കൂട്ടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ മാർക്കറ്റ് അനുസരിച്ചാണെങ്കിൽ ആ സ്ഥാപനത്തിന് കച്ചവടം വലുതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം കോമ്പറ്റീഷൻ നിറഞ്ഞതാണ്. ഇപ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങണമെന്നോട് പറയുമ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതലായി തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥാപനം, കാരണം ഇവർ സാധാരണ മുൻപ് ചെയ്യുന്ന വെച്ചാൽ വിരലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്, കോർപ്പറേറ്റ് സ്ഥാപനം. ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ 4-5 ബിസ്ക്കറ്റ് കമ്പനികളെ ഉണ്ടാവും. ഈ കമ്പനികൾ കൂട്ടായിട്ടിരുന്ന് തീരുമാനിക്കും, നമുക്ക് ഇപ്പൊ GST കുറച്ച് തന്നില്ല, അതുകൊണ്ട് നമുക്ക് വിലയൊന്നും കുറയ്ക്കണ്ട, GST കുറച്ച് തന്നതുകൂടെ നമ്മുടെ ബിസ്ക്കറ്റിൽ കയറ്റാം എന്ന്. പക്ഷെ ഇപ്പൊ അത് നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 5 കമ്പനികളാണ് ഉണ്ടായതെങ്കിൽ ഇന്ന് 50-ഉം 500-ഉം അല്ല. പ്രാദേശികമായി തന്നെ അനവധി ബിസ്ക്കറ്റ് കമ്പനികളും കാര്യങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇട്ടാലോ ഇല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ കച്ചവടം പൂട്ടുന്ന നിലയിലേക്ക് അത് കാര്യങ്ങൾ മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കള്ളത്തരം വലിയ കമ്പനികൾ എടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ചെറുകിട കമ്പനികൾ എടുക്കും, പക്ഷെ അവന്റെ കച്ചവടം മുമ്പോട്ട് പോവില്ല. അതിപ്പോ സർക്കാരൊന്നും വിചാരിച്ച് പൂട്ടേണ്ട കാര്യമില്ല. കാരണം ആ റേറ്റ് കുറയ്ക്കുമ്പോൾ ഇന്ന് നമ്മൾ മേടിക്കുന്ന ഒരു ചാക്ക് അരി, ആ ചാക്ക് അരിക്ക് 55 രൂപയാണ്. അപ്പോൾ അതിന് GST കുറയുമ്പോൾ അത് പിന്നെയും കുറയേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടൊരു ആള് ചോദിക്കും. അപ്പൊ അവർ പറയും ഇല്ല അതൊക്കെ അങ്ങനെ കിടക്കും, ഞങ്ങളുടെ കമ്പനി നോക്കൂ പ്രൈസ് അതിൽ 55ആണ്, ആ കമ്പനി 55-ലാണ് ഇറക്കുന്നതെങ്കിൽ ആ അരിയോടെ വേണ്ട വെച്ചോളാൻ പറയും. ഈ ഒരു ഫീൽഡ് പിടിക്കാൻ വേറെ കമ്പനികൾ തയ്യാറാണ്. അവൻ പോയി കഴിഞ്ഞാൽ ആ സ്പേസ് പിടിക്കാം. ഇന്നലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ ട്രംപ് ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കുമ്പോൾ ഇന്നലെ ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ട്. ഇന്നലെ 2 ദിവസമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ ഇപ്പൊ ഇന്ത്യയായിട്ട് ഒപ്പുവെക്കാൻ പോവുക. അതായത് ഒന്ന് ചാകുമ്പോഴാണല്ലോ മറ്റൊന്നിന് വളമാകുക എന്ന് പറയുന്നത് പോലെ ഈ ട്രംപ് അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്ന സാഹചര്യം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മാക്സിമം മുതലാക്കുന്നുണ്ട്. ജർമ്മനി വരുന്നു, ഫ്രീ ട്രേഡിംഗ് ഒപ്പുവെക്കുകയാണ്. ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം അവസാനം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ ഫ്രീ ട്രേഡിംഗ് കരാറുകൾ ഒപ്പുവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ കിടക്കും. ട്രംപിന്റെ കോലാഹലവും ബഹളവും ഒക്കെ ഒരു സൈഡിൽ അവിടെ കിടക്കുമ്പോഴും ഈ രാജ്യങ്ങൾ അതിൽ നേട്ടം കൊയ്യാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. കാരണം അത് ഇന്ത്യൻ വിപണി കണ്ടിട്ട് തന്നെയാണ്. ഏതായാലും മോദി ചെയ്തൊരു സർജിക്കൽ സ്ട്രൈക്കുകൾ ഒന്നാണിത്. മറ്റൊന്ന് ഈ പറയുന്ന അലയൻസും ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ, അതായത് നേരത്തെ തന്നെ അതായത് ട്രംപ് ഇതൊക്കെ മനസ്സിൽ കാണുമ്പോഴേ മോദി ഇതൊക്കെ മാനത്ത് കണ്ടിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. GST കൗൺസിലൊക്കെ പിന്നെ കേരളത്തിന്റെയൊക്കെ ഒരു വിലാപം എന്ന് പറയുന്നതിൽ അവർക്ക് അത് ധനുഷ് പറഞ്ഞത് തന്നെയാണ്. ആദ്യം ഇത് വന്നപ്പോൾ പറഞ്ഞു സംസ്ഥാനങ്ങൾ വലിയ നഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ഏറെക്കുറെയൊക്കെ കേന്ദ്രം പരിഹരിച്ചിരുന്നു, എല്ലാവർക്കും അത് നഷ്ടപരിഹാരമൊക്കെ നൽകിയിരുന്നു. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നഷ്ടം ഉണ്ടാകുമെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും വലിയ എതിർപ്പ് കാര്യമായി ഉയർത്തുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് GST കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയം ഒരുപക്ഷെ ചർച്ചയായിട്ടുണ്ടാകാം. അത് കോൺഫിഡൻഷ്യൽ ഒഫീഷ്യൽ കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ധനമന്ത്രിമാരാരും അത് പുറത്ത് പറയാം. അങ്ങനെ ഉണ്ടല്ലോ, 2 കാര്യങ്ങളുണ്ട്. പുറത്ത് പറയാൻ പറ്റുന്നതും അത് മന്ത്രിമാർക്കും അങ്ങനെ
അങ്ങനെയാണ്. ഇപ്പൊ പിണറായി വിജയനോ ഇല്ലെങ്കിൽ മറ്റു ആരെങ്കിലുമോ നിർമ്മലാ സീതാരാമനോ അമിത്ഷായോ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുറത്ത് പറയാൻ പറ്റാത്ത ചില ചർച്ചകൾ അവിടെ നടക്കും. അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, സാമ്പത്തിക രംഗത്തെ ബാധിക്കുന്ന കാര്യം. മറ്റൊന്ന്, പുറത്ത് പറയാൻ പറ്റുന്ന കാര്യം. സ്വാഭാവികമായി ഇടതുപക്ഷം മാത്രമല്ല, BJP ഭരിക്കുന്ന സർക്കാരുകൾക്കൊക്കെ ഒരു വിഷമം ഉണ്ടാകും, കുറച്ച് കുറയും എന്നുള്ളതിൽ. അപ്പം സ്വാഭാവികമായി ഇടതുപക്ഷം ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ കാലവുമാണ്, സ്വാഭാവികമായി അവരിത് പറയും. നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പുമാണ്. പക്ഷെ ആ നഷ്ടം നികത്തി കൊടുക്കാനുള്ള ഒരു മാർഗം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് തിരിച്ചടിയാകാൻ പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ചിരി വരും. ലോട്ടറി, മദ്യം, ഇത് രണ്ടിന്, സിഗരറ്റ്, ഇതൊക്കെ 40% GST പോയി. അത് കൊക്കോളയ്ക്കും അമേരിക്കൻ അപ്പൊ കമ്പനിയാണ്. അപ്പൊ ഇത്രയും സാധനം വരുമ്പോ ഇതിനകത്ത് നമ്മുടെ കള്ള് കച്ചവടവും ലോട്ടറി കച്ചവടമാണ് നമ്മുടെ ഒരു പ്രധാന വരുമാനം. പിന്നെ സിഗരറ്റിന് ആര് വന്നാലും കിടക്കപ്പുറത്ത് കാണില്ല. അത് ഏത് സർക്കാരും ഏത് ബഡ്ജറ്റും വന്നാലും, ഏത് സംസ്ഥാന ബഡ്ജറ്റ് വന്നാലും ഏറ്റവും ആദ്യം കൂട്ടുന്ന ടാക്സ് കൂട്ടുന്ന ഒന്നാണത്. പിന്നെ മദ്യവും അതുപോലെ തന്നെയാണ്. മദ്യത്തിനൊക്കെ 40% ആക്കിയാലും ഈ ഓരോ വർഷം കഴിയും തോറും 600-ൽ നിന്ന് 700, 700-ൽ നിന്ന് 800, ഇപ്പൊ ഓണക്കാലത്ത് നോക്കിയോ റെക്കോർഡ് മദ്യ വിൽപ്പനയായിരിക്കും. അത് സർക്കാർ 100% ഉറവിഞ്ഞ് 100% GST ആക്കിയാലും, അല്ലെങ്കിൽ വാറ്റ് എടുത്ത് 100% ആക്കിയാലും ഇവര് വാങ്ങിച്ച് കുടിക്കുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അത് മലയാളിക്കെന്നല്ല, ഇന്ത്യക്കാർ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിനകത്തൊരു ചെറിയ സാധനമുണ്ട്. കാരണം ഇപ്പോ അതിന്റെ ഒരു ചെറിയ ചർച്ച നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ മദ്യങ്ങൾക്കും ആ റേറ്റ് 40% കാണില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിൽ വില കുറഞ്ഞ മദ്യമുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ആൽക്കഹോൾ കണ്ടന്റിന്റെ അളവനുസരിച്ചിട്ട് അത് ഇത്ര കാണുമല്ലോ. ഓരോ റമ്മിന് എത്ര ആൽക്കഹോൾ ഉണ്ട്, അല്ലെങ്കിൽ വിസ്കിക്ക് എത്ര ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബിയർ അടക്കമുള്ളതോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ താഴെ അടക്കമുള്ള ഈ 38-ഉം 40-ഉം ഒക്കെ ഉള്ള മദ്യങ്ങളും ഉണ്ട്. ഈ വോഡ്കയിൽ തന്നെ പല ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ അത് 38-ഉം 40-ഉം ഒക്കെ ഉള്ളതിനൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ 40 വരില്ലായിരിക്കും എന്ന് തോന്നുന്നു. കാരണം സംസ്ഥാന സർക്കാരുകളായാലും ഈ മദ്യം വിതരണം ചെയ്യുമ്പോൾ അവരുടെ ഒരു പോളിസി, വില കുറഞ്ഞ നല്ല മദ്യം ജനങ്ങളിൽ എത്തിക്കണം, ജനങ്ങളല്ല കുടിയന്മാരിൽ എത്തിക്കണം എന്നുള്ളൊരു പോളിസി കൂടെ അവർക്കുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ജവാൻ പോലെയുള്ള, ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്നെ കണ്ണൂർ കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെ നിന്നുള്ള ഒരു ഫെനി പോലത്തെ, ഗോവയുടെ ഫെനി പോലത്തെ ഒരു സാധനമൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ ആ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് വരുന്നത്. വാറ്റ് അപ്പം ഏതായാലും അതേപോലെ തന്നെ ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ സിഗരറ്റിന്റെ കാര്യത്തിലും 40% എന്ന് പറയുമ്പോൾ ഈ സിഗരറ്റിന്റെ എപ്പോഴും ടാക്സ് വെക്കുന്നത് അതിന്റെ നീളം അനുസരിച്ചിട്ടാണ്. ഇത്ര മില്ലി നീളമുള്ള സിഗരറ്റിന് ഈ ഒരു ടാക്സ്, അതിന് താഴെ. അപ്പൊ അതിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടാകും. കാരണം പുകയില കർഷകർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷകരാണ്. മദ്യം എന്ന് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രധാന ഇൻകമാണ്, നമ്മുടെതൊക്കെ തന്നെ ഇൻകമാണ്. മദ്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ആഘോഷം? അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനം തരുന്ന സാധനമാണ്. അപ്പൊ ഏതായാലും അതിനൊക്കെ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഏതായാലും സെപ്റ്റംബർ 22-നാണ് അത് വരുന്നത്. അതിനു മുമ്പൊക്കെ അത്യാവശ്യം വില കൂടിയ മദ്യമൊക്കെ വേണമെങ്കിൽ വാങ്ങി കഴിക്കാം, കഴിക്കുന്നവരുണ്ടെങ്കിൽ. അത് നിർബന്ധിക്കുന്നതല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കാം. 22-ന് ശേഷമാണ് അത് വരുന്നത്. വലിയ മുന്തിയ ബ്രാൻഡിനൊക്കെ ഒരു 40% വരും, പിന്നെ പൈസ കൂടും.